ആലപ്പുഴ ചെങ്ങന്നൂരിലെ വലിയ വീട് കാരണവേഴ്സ് വില്ല. ഗൃഹനാഥൻ ഭാസ്കര കാരണവർ. അമേരിക്കയിലും ജന്മനാടായ ആലപ്പുഴയിലും ഇടയ്ക്കിടെ വന്നുപോകുന്ന ധനികനായ മനുഷ്യൻ. നാട്ടിലെ ഏതൊരാൾക്കും ആ വീട്ടിൽ വരാം, സഹായം അഭ്യർത്ഥിക്കാം. ആർക്കു മുൻപിലും ആ വാതിലടയില്ല. അങ്ങനെയുണ്ടായിരുന്ന വീട് ഇന്ന് അനാഥമാണ്. അവിടെ ഭാസ്കര കാരണവറില്ല. കേരള ക്രൈം ഫയൽസിൽ അടയാളപ്പെടുത്തിയ പേരായി മാത്രം അത് അവശേഷിച്ചു. കാരണവർ വധക്കേസ്. കാലം കുറച്ച് പിറകോട്ടു പോകണം. ന്യൂയോർക്കിൽ 35 വർഷം സ്റ്റോർ കീപ്പിംഗ് ജോലി. ഭാര്യ അന്നമ്മ അമേരിക്കയിൽ നഴ്സ്. സന്തുഷ്ടമായി പോയ കുടുംബജീവിതം. 2 ആൺമക്കൾ. ഇളയ മകൻ ബിനു പീറ്റർ. മാനസിക വെല്ലുവിളി നേരിടുന്ന ബിനുവിന് കൂട്ടായി ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കാരണവർ തീരുമാനിച്ചു. ശ്രമം പലത് നടന്നു. അങ്ങനെയാണ് പത്തനാപുരത്തെ ഷെറിനെ കാണുന്നത്. സാമ്പത്തിക ശേഷി ഒട്ടും തന്നെയില്ലാത്ത നിർധന കുടുംബം. വിവാഹത്തിലേക്കെത്താൻ ഉപാധികൾ പലത് വെച്ചു. അതിലൊന്ന് അമേരിക്കൻ ജീവിതം. ഒട്ടും ആലോചനയില്ലാതെ ഭാസ്കര കാരണവർ സമ്മതം മൂളി. 2001 ബിനു പീറ്റർ ഷെറിനെ വിവാഹം കഴിച്ചു. അമേരിക്കൻ ജീവിതം മാത്രമല്ല, സ്വത്തിന്റെ ഒരു വിഹിതം ഷെറിന്റെ പേരിൽ എഴുതി നൽകി. വിവാഹം കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോഴേക്കും ദമ്പതികൾ അമേരിക്കയിലെത്തി. അതിനിടെ ഷെറിൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പതിയെ പതിയെ ബിനുവും ഷെറിനും തമ്മിൽ വഴക്കുകൾ തുടങ്ങി. കാരണവർക്കും ഭാര്യയ്ക്കും ഒപ്പമായിരുന്നു ഷെറിനും ബിനുവും താമസിച്ചിരുന്നത്. അമേരിക്കയിൽ ഷെറിൻ ഒരു ജോലിക്ക് കയറി. പക്ഷേ അവിടെ ഒരു മോഷണ കേസിൽ അവർ പിടിക്കപ്പെട്ടു. അതോടെ ഷെറിനും ഭർത്താവും മകൾക്കൊപ്പം നാട്ടിലേക്കെത്തി. തിരികെ എത്തിയതോടെ ഷെറിൻ ബന്ധുക്കളോടും നാട്ടുകാരോടുമെല്ലാം അടുപ്പം കാത്തു സൂക്ഷിച്ചു. ആ വീട്ടിൽ പലർക്കും പലവിധ സ്വാതന്ത്ര്യങ്ങൾ ഷെറിൻ അനുവദിച്ചു. അങ്ങനെയിരിക്കെ കാരണവരുടെ ഭാര്യ മരണപ്പെടുകയാണ്. അതോടെ അമേരിക്കൻ ജീവിതം അവസാനിപ്പിച്ച് ചെങ്ങന്നൂർ ചെറിയനാട്ട വീട്ടിലേക്ക് അയാൾ തിരികെ എത്തി. വർഷം 2009. അക്കാലത്തെ സമൂഹ മാധ്യമമായ ഓർക്കുട്ടിലൂടെ ഷെറിന് സുഹൃത്തുക്കൾ പലരായി. അവരിൽ പലർക്കും കാരണവേഴ്സ് വില്ലയിൽ വന്നുപോകാനുള്ള സ്വാതന്ത്ര്യവുമുണ്ടായിരുന്നു. കാരണവർ വീട്ടിലുള്ള സമയത്തും അപരിചിതരായ പലരും ഷെറിനെ തേടിയെത്തി. അത് പതിവ് കാഴ്ചയായി. ഭാസ്കര കാരണവർ ഷെറിനെ നിരന്തരം നിരീക്ഷിക്കാൻ തുടങ്ങി. തന്റെ മകനോട് ഷെറിൻ ആത്മാർത്ഥത കാട്ടുന്നില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ അടുത്ത ബന്ധുക്കളിൽ ചിലരോട് ഇത് സൂചിപ്പിക്കുകയും ചെയ്തു. ഷെറിന്റെ പേരിൽ എഴുതിയ വസ്തു തിരികെ കാരണവരുടെ പേരിലാക്കി. അനാവശ്യമായി പണം നൽകുന്നത് നിർത്തലാക്കി. അതോടെ ഷെറിൻ പലരിൽ നിന്നും വലിയ തുക കടമായി വാങ്ങി. ഇതെല്ലാം വീട്ടേണ്ട ബാധ്യത കാരണവർക്കായി. അങ്ങനെയിരിക്കെ മറ്റൊരു ഓർക്കുഡ് സൗഹൃദം ഉടലെടുത്തു. കോട്ടയം തലയോലപ്പറമ്പിലെ ബാസിത്ത് അലി. പണം ഇരട്ടിപ്പിക്കുന്നതിനെപ്പറ്റി ബാസിത്ത് നിരന്തരം ഷെറിനോട് പറയാൻ തുടങ്ങി. ബാസിത്തിനോട് തുടങ്ങിയ സൗഹൃദം പ്രണയത്തിലെത്തി. ഇരുവരും ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പദ്ധതികൾ തയ്യാറാക്കുന്നതിനിടെയാണ് കാരണവേഴ്സ് വില്ലയിലെ വിൽപത്രത്തിൽ തന്റെ പേരില്ലെന്ന് ഷെറിൻ മനസ്സിലാക്കുന്നത്. അവിടെ തുടങ്ങുകയാണ് കാരണവർ വധക്കേസിലെത്തിയ ആദ്യ ഗൂഢാലോചന. 2009 നവംബർ 6 രാത്രി ബാസിത്ത് 2 സുഹൃത്തുക്കൾക്കൊപ്പം കാരണവേഴ്സ് വില്ലയുടെ മതിൽ ചാടിക്കടന്നു. സുഹൃത്തുക്കളെ പുറത്തു നിർത്തി ബാസിത്ത് ഷെറിന്റെ മുറിയിലെത്തി. അല്പനേരം മാത്രം സംസാരിച്ച് വന്ന വഴിയെ അയാൾ തിരികെ പോയി. പിറ്റേന്ന് രാത്രി 11 മൂവർ സംഘം വീണ്ടും അവിടെ എത്തി. അയൽക്കാരന്റെ കണ്ണിൽപ്പെട്ടതോടെ അവിടെ നിന്ന് പോയവർ അരമണിക്കൂറിന് ശേഷം അവിടെ തന്നെ തിരികെ എത്തി. വീട്ടിലെ വാതിലുകൾ തുറന്നിട്ട ഷെറിൻ തന്റെ മുറിയിലേക്ക് പോയി. എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ. ലിവിംഗ് റൂമിനടുത്തെ കാരണവരുടെ മുറി. ഉറങ്ങിക്കിടക്കുന്ന കാരണവരുടെ മുറിയിലേക്ക് ബാസിത്തും സുഹൃത്തുക്കളും എത്തി. പിന്നാലെ വീണ്ടും ഷെറിനും ബാസിത്തും തമ്മിലുള്ള ആസൂത്രണമാണ്. കൂട്ടാളികളായ ഷാനുവും നിധിനും അവിടെ തന്നെ നിന്നു. ആദ്യം ക്ലോറോഫോം മണപ്പിക്കാൻ ശ്രമം. അത് കാരണവർ തടുത്തു. കുതറി മാറാൻ ശ്രമിച്ച അയാളെ ബാസിത്ത് അലി കഴുത്തു ഞെരിച്ചു കൊന്നു. മരണമുറപ്പിച്ചതോടെ ഷെറിന് ബാസിത്തിന്റെ ഫോൺ കോൾ. മുളകുപൊടി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞുകൊടുത്തു. മരിച്ചുകിടന്ന കാരണവരുടെ ചുറ്റും മുളകുപൊടി വിതറി ആ മുറിയിൽ നിന്ന് എടുക്കാവുന്നതൊക്കെ എടുത്ത് കൊലയാളി സംഘം കടന്നുകളഞ്ഞു. പിറ്റേന്ന് പകൽ വീട്ടിലെത്തിയ ജോലിക്കാരി അലറി വിളിച്ചോടുകയാണ്. കാരണവർ മരിച്ചുകിടക്കുന്ന വിവരം ഷെറിനെ അറിയിച്ചു. കാരണവേഴ്സ് വില്ലയിൽ മോഷണത്തിനിടെ കൊലപാതകം നടന്നെന്ന് കാറ്റിനേക്കാൾ വേഗത്തിൽ നാടാകെ പരന്നു. ചെങ്ങന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മരണം നടന്ന വീടായതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ മൊഴിയെടുക്കുക എളുപ്പമായിരുന്നില്ല.
വീട്ടിൽ നിന്ന് സ്വർണവും പണവും ലാപ്ടോപ്പും ഒക്കെ നഷ്ടമായതിനാൽ കവർച്ചക്കിടെ നടന്ന കൊലപാതകമെന്ന് പോലീസും ആദ്യമേ സംശയിച്ചു. പക്ഷേ ഷെറിന്റെ മൊഴികളിൽ പോലീസിന് എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നി. ആ നവംബർ 7 രാത്രി കാർണവേഴ്സ് വില്ലയിലെ 2 നായകളും കുരച്ചിരുന്നില്ല. മുറിയിൽ വിതറിയ മുളകുപൊടി അതേ വീട്ടിലെ അടുക്കളയിലേതെന്നും പരിശോധിച്ചു കണ്ടെത്തിയതോടെ ഷെറിൻ പൂർണ്ണമായും പോലീസിന്റെ സംശയ നിഴലിലായി. അതോടെ പോലീസ് ഉറപ്പിച്ചു, കാരണവരുടെ കൊലയ്ക്ക് പിന്നിൽ മരുമകൾ ഷെറിന്റെ പങ്കുണ്ട്. മോഷണം മാത്രമല്ല, കാരണവരെ ഇല്ലാതാക്കിയതിന് പിന്നിലെന്ന് അയൽവാസികളെ ചോദ്യം ചെയ്തതോടെ കൊലപാതകത്തിന്റെ തലേന്ന് രാത്രി ബാസിത്തിനെയും കൂട്ടാളികളെയും കണ്ടെന്ന മൊഴിയും പോലീസിന് കിട്ടി. പക്ഷേ ഷെറിനും ഇത് ആയുധമാക്കി. മോഷണം നടന്നെന്ന് എല്ലാവരോടും അവർ പറഞ്ഞു. കാരണവരും ഷെറിനും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞതും തലേന്ന് രാത്രി തന്നോട് ഉറക്കഗുളിക വാങ്ങി നൽകണമെന്ന് ഷെറിൻ പറഞ്ഞതായി ഡ്രൈവർ മൊഴി നൽകിയതും പോലീസിന് കച്ചിത്തുരുമ്പായി. അന്വേഷണം പുരോഗമിക്കവേ ബാങ്ക് ലോക്കർ തുറന്നപ്പോൾ കിട്ടിയ കുറിപ്പ്, മേൽപ്പറഞ്ഞതെല്ലാം സാധൂകരിക്കുന്ന വിവരങ്ങൾ അതിലുണ്ടായിരുന്നു. അങ്ങനെ ഷെറിന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരേയൊരു നമ്പർ, അതിൽ നിന്നും അതിലേക്കും മാത്രം കോളുകൾ. കൊലപാതകത്തിന്റെ രാത്രിയിലും അതുതന്നെ സംഭവിച്ചു. കോട്ടയത്തെ ബാസിത്ത് അലിയിലേക്ക് പോലീസ് എത്തുകയാണ്. അതോടെ ഗത്യന്തരമില്ലാതെ ഷെറിൻ കുറ്റം സമ്മതിച്ചു. കമ്പ്യൂട്ടർ പരിശോധിച്ചപ്പോൾ കൂട്ടാളികളുടെ ഒളിയിടവും പോലീസിന് മനസ്സിലായി. ബംഗളൂരുവിലെ ഹോട്ടലിലെത്തിയപ്പോഴേക്കും കൊലയാളി സംഘം ഗോവയിലേക്ക് കടന്നു. പിന്നാലെ കൊലപാതകം നടന്ന് 1 മാസം പിന്നിടുമ്പോഴേക്കും മൂവരും കർണാടകയിൽ നിന്നും പിടിയിലായി. സീരിയൽ നടനുമായുള്ള ബന്ധവും വേർപിരിഞ്ഞ കാരണവുമെല്ലാം അപ്പോൾ പുറം ലോകത്തെത്തി. ഫെബ്രുവരിയിൽ തുടങ്ങിയ വിചാരണ ഏപ്രിലോടെ വിധിയെത്തി. 1-ാം പ്രതി ഷെറിന് 3 ജീവപര്യന്തം, ബാസിത്തിന് ഇരട്ട ജീവപര്യന്തം, മറ്റു കൂട്ടാളികൾക്ക് ജീവപര്യന്തം തടവ്. ജയിലിലും VIP പരിഗണന കിട്ടിയെന്ന ആക്ഷേപമുയർന്നു. വെയിൽ കൊള്ളാതിരിക്കാൻ ജയിലിൽ ഷെറിന് കുട അനുവദിച്ച കാലമുണ്ട്. പരോളിലിറങ്ങുമ്പോൾ ആഡംബര കാറുകളിൽ ചീറിപ്പാഞ്ഞ കൊലക്കേസ് പ്രതി പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ്. സ്വത്ത് കൈക്കലാക്കാൻ മരുമകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ക്രൂര കൊലപാതകം. കാരണവർ വധക്കേസ് ഇന്നും ഒരു കുപ്രസിദ്ധ കഥയായി തുടരും.